ഇപ്പൊ ഞാൻ പറയുന്നതിനാണ് പ്രശ്നം. നിങ്ങൾ കാണിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ആവശ്യത്തിൽ കൂടുതൽ പൈസ മറ്റുള്ളവർക്ക് വേണ്ടി അങ്ങ് ചെലവാക്കും. എന്നിട്ട് സ്വന്തം കാര്യം വരുമ്പോ കയ്യിൽ ഒരു പൈസ ഇല്ലാതെ അങ്ങ് ഇരുന്നോളും. എടി നീ എന്തോ കിടന്ന് ഒരുമാതിരി എപ്പോഴും നോക്കിയാലും ഒരുമാതിരി കുറ്റപ്പെടുത്തൽ ഒരു സമാധാനമില്ല മനുഷ്യന്. ഇല്ല, ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. കൊച്ചിന് ഫീസ് അടയ്ക്കാനുള്ള പൈസ താ. പൈസ താ. നീ ഒരു കാര്യം ചെയ്, എന്നെ അങ്ങ് കുറ്റപ്പെടുത്തിക്കോ. ഇതൊന്നും ഭേദം അതാ. അമ്മ എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. അച്ഛൻ ഉണ്ടായിരുന്നു നമുക്ക് ഈ അവസ്ഥയിൽ നിന്ന് ഇത് എങ്ങോട്ട് പോരിക്കും, ഇങ്ങോട്ട് വന്നാണ് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാമെന്ന് നിക്ക്. എന്തോന്നാണ് അമ്മ, അച്ഛൻ ഉള്ളപ്പോ അമ്മക്ക് ഈ അവസ്ഥയൊന്നും ഇല്ലായിരുന്നു. എനിക്ക് എന്തെങ്കിലും ബിസിനസ് ഒക്കെ തുടങ്ങണമെന്നുണ്ട് അമ്മ. കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല. അമ്മ വിചാരിച്ച എന്തെങ്കിലും. മോനെ, എൻ്റെ പൈസ ആണെങ്കിൽ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. നീ ഒരു കാര്യം ചെയ്യ, അവളുടെ അടുത്ത് ചോദിച്ചിട്ട്. ഇതൊന്നും ശരിയാവോന്ന് തോന്നുന്നില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞു നോക്കി വാങ്ങിക്കണമായിരുന്നില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഞാൻ ഇതിന്റെ കാര്യമല്ല പറഞ്ഞത്, നിങ്ങളുടെ കാര്യമാ പറഞ്ഞത്. നീ എന്തോടി കിടന്നൊരു മരി ഗുണുണാന്ന്? നിനക്കെന്തോ ഇപ്പൊ പ്രശ്നം? ചേട്ടൻ എന്തിനാ സുമേഷിന് പൈസ കൊടുത്തേ? സുമേ കണ്ടായിരുന്ന? കണ്ടായിരുന്നു. എടി അത് അവന്റെ പെങ്ങളെ കല്യാണം അല്ലേ വരുന്നേ. അതുകൊണ്ട് നിങ്ങൾ ഭാര്യക്കൊരു സഹായിച്ചു. ശരി, ഒരാള് വന്ന് സങ്കടം പറയുമ്പോ നമ്മള് കേക്കണ്ടേ? നിങ്ങൾ എല്ലാരെയും സങ്കടം ഇങ്ങനെ കേട്ടോ, എന്റെ സങ്കടം മാത്രം കേക്കണ്ട. നിനക്കിപ്പോ എന്തോടി സങ്കടം? എത്ര ഒരു പെങ്കൊച്ചാണ് വളർന്നു വരുന്നത്. അതാണോ നിന്റെ സങ്കടം? ഇന്നസെന്റ് കളിക്കരുത് കേട്ടോ. പെങ്കൊച്ച് വളർന്നു വരുമ്പോഴേ കെട്ടിച്ചു വിടാനുള്ള കാര്യത്തിന് ഞാൻ ഇപ്പോഴേ പറയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അപ്പോഴൊന്നും കാണത്തില്ല. ആരെ വന്ന് പോയി നോക്ക്. പോയി നോക്കിട്ട് വരട്ടെ, ബാക്കി വന്നിട്ടാണ്. അമ്മ ശരിക്കും എന്റെ കല്യാണമായ അമ്മ? മോളുടെ അല്ല, മോളുടെ അച്ഛന്റെ. എന്റെ അച്ഛന്റെ കല്യാണം, എന്റെ അച്ഛന്റെ കല്യാണം, എന്റെ അച്ഛന്റെ കല്യാണം. നിങ്ങളോ? എന്ത് പറ്റി? ഞങ്ങൾ അണ്ണനെ കാണാൻ വന്നതാ. വാ വാ. ചേട്ടാ, ചേട്ടാ, എന്തുവാടി? ചേട്ടാ, ക്ലബില് വ്യാളികൾ വന്ന് നിപ്പുണ്ട്. എന്തോ പിരിവ് അങ്ങോട്ട് ചോദിച്ചിട്ടാണ്. 5-10 കൊടുത്തങ്ങ് ഒതുക്കണം. 10 ലക്ഷം? 10 ലക്ഷം കൊടുക്കാൻ നിങ്ങളുടെ ഉണ്ടാ മനുഷ്യ? അയ്യോ, ഇപ്പൊ ഇല്ല. വേണമെന്നുണ്ടെങ്കിൽ വീടിന്റെ ആധാരം പണയം വെച്ചിട്ട് എടുത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എന്ത് പ്രാന്താ? അല്ലല്ലോ, എനിക്ക് പ്രാന്തല്ലല്ലോ. പിന്നെ എന്തിനാ ഈ കുണുകുണാന്ന് ഉപദേശിക്കുന്നത്? വായിങ്ങോട്ട്. എടാ, എന്നാലും ഒരു എത്ര രൂപ ചോദിക്കും? 50 രൂപ ചോദിക്കാം. ചുമ്മാ ഇരിക്കണം. ഇത്രയും വലിയ വീട്ടിൽ 50 രൂപ ചിത്രം കാണിക്കില്ല. ഒരു 500 രൂപയെങ്കിലും ചോദിക്കണം. അത് കുറച്ച് കൂടുതലല്ലേടാ. നിനക്ക് ആ ചേച്ചിയുടെ മുഖം കണ്ടിട്ട് 500 രൂപ കിട്ടുമോ തോന്നുന്നുണ്ടോ? അർത്ഥമായിരിക്കും. ഇപ്പം ഏകാത്തൊരു ചേച്ചി. നമുക്കൊരു 250 ചോദിക്കാം. 100, 100, 50. 50 മതി. നീ ആദ്യം 50 അല്ലേ ചോദിച്ചത്? അതുകൊണ്ട് ആരൊക്കെയാ പേര് പറഞ്ഞു? പേര് അഭിജിത്ത്, ജോജി. കണ്ടിട്ടുണ്ട് ക്ലബില് അല്ലേ? എന്താ പരിപാടി? അതിന് ചേട്ടാ, ഈ നിർദ്ധരായ 3 കുടുംബത്തിന്റെ അവിടുത്തെ പിള്ളേരുടെ വിദ്യാഭ്യാസം, കുറച്ച് നാൾ കഴിയുമ്പോൾ അവരുടെ കല്യാണം, അത് കഴിഞ്ഞ് കൊച്ചിന്റെ 28, അങ്ങനെ നമ്മളൊരു വലിയ പരിപാടികളാണ് പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ ക്ലബിന്റെ വകയായിട്ട്. നല്ലതാ നല്ലതാ. നല്ലപോലെ നടക്കണമെങ്കിൽ നിങ്ങൾ നല്ല രീതിക്ക് എന്തെങ്കിലും സഹായിക്കണം. എത്ര ഉദ്ദേശിക്കുന്നത്? 5000. 5000 അല്ലേ? കാണുന്ന കണക്കൊന്നും ഇല്ല. യഥാർത്ഥം ഇത്തിരി പരിങ്ങലിലാണ്. കുഴപ്പമില്ല, കുറച്ച് ഇൻസ്റ്റാൾമെന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ ഒരു 2500 രൂപ തരാം. 1000, 500. സാരമില്ല ചേട്ടാ, അത് എല്ലാവരുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണമല്ലോ. അതെ അതെ, ഇതിന് വേണ്ടിട്ടല്ലേ നിർത്തണ്ടായ അല്ലേ? 5500 അല്ല 2500 എടുത്തിട്ടു. അല്ല, ഏതാ 3 കുടുംബം? 2 3 നമ്മുടെ 3 കുടുംബം. അമ്മ എന്നോട് എന്താ പറഞ്ഞടാ? അമ്മ എന്ത് പറയടാ, അമ്മയുടെ കൈ പൈസയൊന്നും ഇല്ലെന്നു. ഷോ, അപ്പൊ ബിസിനസിന് ഇനി എന്തോ ചെയ്യും? ബിസിനസിന് എന്തോ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട്ണർഷിപ്പിന് ഒരാളാരെങ്കിലും നോക്കണം. ആരെങ്കിലും കിട്ടിയോ?
കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ഈ ആട്ടം ഓടിയിട്ട് വല്ല ഉപയോഗം ഉണ്ടാടേ? എന്തുവാടേ തട്ടിയും മുട്ടിയൊക്കെ പോവുക. ഇങ്ങനെ തട്ടിയും മുട്ടി പോയിട്ട് കാര്യമുണ്ടോ? ഉം. എടാ ആട്ടോക്കാര് എന്നും ആട്ടോക്കാരനാണ്, ബിസിനസ്മാനായ എന്നും ബിസിനസ്മാനാണ്. രാപ്പകല് വ്യത്യാസമുണ്ട്. ഈ ബിസിനസ്സിനൊക്കെ ഒത്തിരി പൈസ വേണ്ടേ? പിന്നെ പൈസ വേണം. ആ. നമുക്ക് ഈ ആട്ടം വയ്ക്കാം. നിന്റെ കയ്യിൽ എന്തോ ബിസിനസ് ഉണ്ട്? എടാ അത് നമുക്ക് ആലോചിച്ച് കണ്ടെത്തണം. ആണോ? നീ കൂടെ വന്നാൽ നമുക്ക് ആലോചിച്ച് കണ്ടെത്താം. ആണോ? ആണ്. ആ. എന്നാ വാ, ആ. പോയിക്കൊണ്ടിരിക്കുക, വാ. എന്നെ ഒന്നുമില്ലേ? ഞങ്ങൾക്ക് വിശ്വാസമാണ്, കുഴപ്പമില്ല. എന്നാ ഞങ്ങൾ എന്തേട്ടാ അല്ല മറ്റേ റെസിപ്റ്റ് ഒന്നും കിട്ടിയില്ല. റെസിപ്റ്റ് ഒന്നും ഇല്ല ഏട്ടാ, ഇപ്പൊ എല്ലാം ഡിജിറ്റൽ അല്ലേ. അപ്പം എങ്ങനെ? വാട്സപ്പ് ഇടാം. വാട്സപ്പിൽ വരും. ചേച്ചി യു ഹാവ് എ വൺ മെസ്സേജ്. ഇല്ല, വന്നിട്ടില്ല. വന്നിട്ടില്ല? ഇല്ല. പിന്നെ ഒന്ന് കുരുങ്ങുന്നുണ്ടല്ലേ? എന്താ ഈ സമയത്ത് മെസ്സേജ് അടച്ചിടല്ലേ? നിങ്ങൾ കാര്യമില്ലേ ഉള്ളൂ. പുഞ്ചിരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സംഭാവനയായിട്ട് 2500 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. നന്ദിയുണ്ടേ. ഉണ്ടായാ മതി. നിങ്ങൾ എന്തിനു മനുഷ്യ 2500 രൂപ കൊടുത്തത്? എടി അവന്മാര് ചോദിച്ചത് എത്ര? 5000. നമ്മൾ 2500 കൊടുത്തോളൂ. അപ്പൊ നമുക്കല്ലേ ലാഭം. ഓ നിങ്ങളുടെ ലാഭക്കഥ നിങ്ങളൊന്നും ഒന്നാവത്തില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. പാവം പിള്ളേര് മനസ്സ് വിഷമിച്ചായിരിക്കും പോകുന്നത്. മക്കളെ അങ്ങനെ അങ്ങ് പോയാലോ? അയ്യോ തൊഴുവൊന്നും വേണ്ട ചേട്ടനെ. ബാക്കി 2500 രൂപയും കൂടെ അങ്ങ് ഗൂഗിൾ പേ ചെയ്ത് തരാം. നല്ല കാര്യത്തിനല്ലേ, നടക്കട്ടെ. അവൾ അറിയണ്ട കേട്ടോ. പൊയ്ക്കോ. പങ്കോടായി പാപത്തിനാണോ നമ്മൾ പറ്റിച്ചേ? 10,000 രൂപ ചോദിക്കായിരുന്നു. 2000 1000 അല്ല, 2475 2475 നിന്റെ 50. പോയി മഞ്ഞ സ്പ്ലാഷ് മേടിച്ചു കുട്ടിക്ക്. എടാ നീ ആ കട കണ്ടോ? ആ കടയിൽ എങ്ങനെ പോയാലും ഒരു ദിവസം 250 ചായ പോകും. ഒരു ചായക്ക് എത്ര? 10 രൂപ. 10 രൂപ ആണല്ലോ. അപ്പോൾ ഒരു മാസം ആവുമ്പോ എത്ര? ഒരു മാസം ആകുമ്പോ 75,000 രൂപ. അപ്പോൾ ഒരു ദിവസം 2500 വെച്ച്. അപ്പോൾ ലാഭം എത്ര? ലാഭം 75,000 മൊത്തത്തിൽ കിട്ടും. മൊത്തം ലാഭമായില്ലേ? എവിടെ മൊത്തം ലാഭം? ചായ, മറ്റേ പാലിന്റെ ചെലവ്, തേയിലയുടെ ചെലവ്, പഞ്ചസാരയുടെ ചെലവൊക്കെ ഇല്ലയോ? അങ്ങനെയാണെങ്കിൽ 75,000 പാതി എടുക്കാം. പാതി എത്ര? പതിയെ 10-37 ആവും. എന്നാലും പിന്നെ കടവാടക, ഗ്യാസ് എല്ലാം കൂടെ പോയി കഴിയുമ്പോ എന്തുകൊണ്ട്? എടാ എല്ലാം പോയി കഴിഞ്ഞ് 20,000 കിട്ടൂലേ? അങ്ങനെയാണെങ്കിൽ 10 രൂപ എനിക്ക്, 10 രൂപ നിനക്ക്. ലാഭമല്ലേ? എന്ത് ലാഭം? ഒരു മാസം 10,000 രൂപ. ഞാൻ ഓട്ടോ ഓടിയാൽ ഒരു മാസം എനിക്ക് 30,000 രൂപ എല്ലാം കഴിഞ്ഞ് ഡീസലും ചെലവും കഴിഞ്ഞ് ബാക്കി കിട്ടും. അപ്പോഴാണ് എൻ്റെ 10,000 രൂപ. പിന്നെ ഡീസൽ ചെലവും കഴിഞ്ഞ് 30,000 കിട്ടുമെങ്കിലും ചിലപ്പോൾ ചില വർക്ക്ഷോപ്പ് പണി ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ വണ്ടിക്ക് ഇച്ചിരി ചിലവാകും. അങ്ങനെയാണെങ്കിലേ നിന്റെ സ്റ്റാൻഡിൽ എത്ര ആട്ടയുണ്ട്? ഒരു 10-50 ആട്ടയുണ്ട്. ആണ്. അപ്പോഴ് ആട്ടയ്ക്ക് എങ്ങനെ പോയാലും പണി വരുമല്ലോ. ഒരു വർക്ക്ഷോപ്പില് ഒരു ആട്ട വരുമ്പോ എത്ര രൂപ പണി വരും? ഏകദേശം ഒരു 5,000 രൂപയുടെ പണിയെങ്കിലും വരും. 5,000 രൂപയുടെ പണി വരും. അങ്ങനെയാണെങ്കിൽ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം ഒരു 30 വണ്ടി ഉണ്ടെങ്കിൽ എത്ര രൂപയായിരിക്കും ലാഭം നമുക്ക്? 1.5 ലക്ഷം രൂപ കിട്ടുമായിരിക്കും. കിട്ടൂലേ? അങ്ങനെയാണെങ്കിൽ വർക്ക്ഷോപ്പ് പണി തുടങ്ങി പോലെ. വർക്ക്ഷോപ്പ് പണിയൊക്കെ തുടങ്ങാം. നീ പണി എടുക്കുവോ? നമുക്ക് ബംഗാളി വെക്കാം. ബംഗാളി വെച്ചാൽ അവന്റെ കൂലി കൊടുക്കണ്ടേ? കൂലി കൊടുക്കണം. കൂലി 10-500 രൂപ കൊടുത്താ പോരെ? 500 രൂപയ്ക്ക് നിന്റെ അരണ്ട് വന്ന് ഇരിക്കും വീട്ടിൽ നിന്ന്. എന്നാ അത് നോക്കണ്ട. അതിനൊക്കെ നല്ല ചായ കച്ചവടമാണ്. വേറെന്തോ നോക്കി. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. എനിക്കൊരു ഐഡിയ ഉണ്ട്. എടാ ഇത് നിന്റെ 2 കാല്. നീ നിന്റെ 2 കാലിൻ്റെ അടിയിൽ ഓരോരുത്തരെ ചേർക്കും. ഇവരുടെ കാലിൻ്റെ അടിയിൽ ഓരോരുത്തരെ ചേർക്കും. അങ്ങനെ ചേർത്ത് ഇങ്ങനെ കാലിൻ്റെ അടിയിൽ നിന്ന് നിനക്കിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പൈസ. എവിടെ ചേർക്കാന്ന് പറഞ്ഞു? എടാ നിന്റെ കാലിൻ്റെ അടിയിൽ നിന്ന്. ഐഡിയ കൊണ്ട് വന്നു. വേണ്ടെങ്കിൽ വേണ്ട. വേണല്ലേ
എടാ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട, വേറൊരു ഐഡിയ ഞാൻ പറയാം. എന്നാ പറ. ആ, നമ്മളെ വലിയ ഒരു കടയിൽ ജോലിക്ക് കയറണം. എന്നിട്ട് അവരുടെ QR കോഡ് മാറ്റി നമ്മുടെ QR കോഡ് അങ്ങ് ഒട്ടിക്കണം. അപ്പൊ പിന്നെ നമ്മളൊന്നും അറിയണ്ട. നമ്മളൊന്നും അറിയണ്ട, ബാക്കിയല്ല നാട്ടുകാരങ്ങ് ചെയ്തോളൂ. എടാ ഇതൊന്നും വർക്കത്താവുന്ന കാര്യങ്ങളുമില്ല. എൻ്റെ ഒരു ഐഡിയ ഉണ്ട്, പക്ഷെ കൂടെ നിന്ന് നിനക്ക് ഉപയോഗം. പറ നീ. നമുക്ക് ശരീരം അനങ്ങാതെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടി, അതായത് യൂട്യൂബ് ചാനൽ. യൂട്യൂബ് ചാനലോ? നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു, അത് നമ്മൾ നല്ല രീതിയിൽ റീച്ച് ആക്കി എടുക്കുന്നു. അപ്പൊ നിനക്ക് ഒരു ചാനൽ തുടങ്ങുന്നു. ആ ചാനലിൽ നിന്ന് നീ എന്നെ ചീത്ത വിളിക്കുന്നു, എന്റെ ചാനലിൽ നിന്ന് ഞാൻ ചീത്ത വിളിക്കുന്നു. അങ്ങനെ നമ്മൾ വ്യൂസായി, റീച്ചായി, പ്രൊമോഷനായി, പോലീസ് അല്ല ഒരു പരുവത്തിന് പറഞ്ഞുണ്ട്. അലിയ, നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി. യൂട്യൂബ് ചാനൽ തുടങ്ങി ക്യാമറയൊക്കെ മേടിക്കുന്നതിന് ഒത്തിരി പൈസ വേണ്ടേ? അതിനല്ലേ നിന്റെ ആട്ട വയ്ക്കുന്നേ. ശരിയാ, പക്ഷേ കമ്പ്യൂട്ടറൊക്കെ മേടിക്കുന്നതിനോ? അത് ഞാൻ എന്റെ അളിയന്റെ അടുത്ത് ചോദിക്കാം, സെറ്റാക്കാൻ നോക്കാം. അപ്പൊ എല്ലാം സെറ്റാക്കാം അല്ലയോ? പിന്നില്ലാതെ. അപ്പം സബ്സ്ക്രൈബ്. എടാ എന്നാലും ബിസിനസ് എന്നൊക്കെ പറഞ്ഞ റിസ്ക് അല്ലേ? ചേച്ചി എനിക്കിവിടെ 30-35 വയസ്സായി. അച്ഛൻ ഉള്ളപ്പോൾ പോലും എന്നെ റിസ്ക് എടുക്കാൻ സമ്മതിച്ചിട്ടില്ല. ഒന്ന് റിസ്ക് എടുക്കട്ടെ ചേച്ചി. റിസ്ക് എടുത്ത ആൾക്കാരല്ലേ ജയിച്ചിട്ടുള്ളൂ. റിസ്ക് എടുത്ത് ഞാൻ വിജയിക്കട്ടെന്ന്. എന്നാലും ഇത്രയും പൈസയൊക്കെ. അതല്ലേ ഞാൻ ഇവിടെ വന്നു. അളിയൻ്റെ അടുത്ത് വെച്ച് 1 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ചു തരാമെന്ന് ചേച്ചി. എടാ അളിയൻ്റെ ഇപ്പൊ പൈസ കാണുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചേച്ചി എന്ത് കാര്യം ഞാൻ പൈസ ചോദിച്ചു ഞാൻ ഇവിടെ വന്നിട്ടുണ്ടോ? അമ്മ വഴിയല്ലേ ഞാൻ വന്നിട്ടുള്ളൂ. ചേച്ചി ഒന്ന് വിചാരിച്ചാൽ നടക്കും. ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. എന്തായാലും എനിക്ക് ഉറപ്പൊന്നുമില്ല കിട്ടുമെന്ന്. എന്നാലും എനിക്ക് പ്രതീക്ഷ ഉണ്ട്. പണി പാടിയല്ലോ. അനാവശ്യമായിട്ട് ആർക്കും പൈസ കൊടുക്കരുതെന്നും പറഞ്ഞ് പനീന് വേണ്ടിട്ട് എങ്ങനെ ചോദിക്കും? ഒരു ഐഡിയ ഉണ്ട്. ചേട്ടാ ചേട്ടാ, ഓ എന്റെ അനിയനില്ലേ അനു, അവനവിടെ ബിസിനസിന്റെ ആവശ്യത്തിന് കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞ് വന്നിരിപ്പുണ്ട്. ഈ അവസരത്തിൽ ചേട്ടാ എന്ത് ചെയ്യും? കൊടുക്കത്തില്ല, പൈസ കൊടുക്കത്തില്ല, നമ്മൾ കൊടുക്കത്തില്ല. നീ പറഞ്ഞിട്ടുണ്ട് കൊടുക്കത്തില്ല എന്ന്. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് കൊച്ചിന്റെ കാര്യത്തിനും ഒക്കെ വേണം നമുക്ക് ഇനി സേവ് ചെയ്യാൻ. ഇനിയുള്ള പൈസ നമ്മൾ സേവ് ചെയ്യും. അങ്ങനെ പറയണം അവന്റെ അടുത്ത്. നീ എന്തെങ്കിലും പറഞ്ഞു ഒഴിപ്പിച്ചോളൂ. ഞാൻ ഒരു ലോല ഹൃദയനാണെന്ന് അറിയാലോ. ഞാൻ പോയാൽ വന്നാൽ കൊള്ളാം. നീ ഒന്ന് പ്ലീസ് എന്തെങ്കിലും പറഞ്ഞു. എങ്ങനെയെങ്കിലും ഒഴിപ്പിച്ച് വിടാം. അനുവേ, മണ്ടയില്ലാത്ത കപ്പയ്ക്ക. അനുവേ നീ ഇവിടെ നിക്കുവായിരുന്നാടാ? ആ. ചേട്ടന്റെ പൈസ ഇല്ലടാ, ശരിക്കും ഇല്ലാത്തോണ്ടാ. ശനി എന്ത് ചോദിച്ചു? ഞാൻ ഒരു കാര്യം ചെയ്യാം. എന്റെ കൈ കിടക്കുന്ന വള തരാം. 1.5 ലക്ഷം രൂപ കിട്ടും. നീ പണയം വെച്ചെടുത്തോ. ചേച്ചി അളി അറിഞ്ഞ അത് ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം. നീ ബിസിനസ്സിൽ സക്സസ് ആകുമ്പോ തിരിച്ചെടുത്ത് തരണേ. ഒരു 2 മാസം വെച്ച് ഞാൻ എടുത്തു തരാം. താങ്ക് യു. ശരിയടാ, നന്നായി കണ്ടാ മതി. അതെന്താ ചേച്ചി അങ്ങനെ പറയണത്? പോയിട്ട് എന്തൊരു ദുഷ്ടയ. ഒരു ഭർത്താവിന്റെ ഇതൊക്കെ മറച്ചു വെക്കാവോ? ഞാൻ ചെയ്യുന്ന ശരിയൊന്നുമല്ല. എന്തു പറ്റിയടി? എന്ത് സങ്കടം? ചേട്ടാ, ചേട്ടേന്ന് ഞാൻ ഒരു കാര്യം മറച്ചു വെച്ചേട്ടാ. എന്തോ പറ്റി? എന്നെ വഴക്ക് പറയല്ലേ ചേട്ടാ. അയ്യോ ഇല്ല മുത്തേ, പറ എന്ത് പറ്റി? ഞാനേ അവൻ എന്റെ സ്വർണ്ണ വില ഊരിക്കൊടുത്ത് ആർക്ക്? അനിയന്. അവന്റെ അടുത്ത് പണയം വെച്ച് പൈസ എടുത്തോളാൻ പറഞ്ഞ് നീ കൊടുത്താ? കൊടുത്ത്. അയ്യോ അയ്യോ ചേട്ടാ ചേട്ടാ, അയ്യോ അയ്യോ ചേട്ടാ, ചേട്ടാ, അയ്യോ 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 ചേട്ടാ ചേട്ടാ, എന്ത് പറ്റി? അനുവിന് നീ വള കൊടുത്തോ? കൊടുത്തു പോയി. നീ ക്ഷമിക്കണം. നിനക്കറിയാലോ ഞാനൊരു ലോല ഹൃദയനാണെന്ന്.
നിന്റെ അടുത്ത് അവന് പൈസ കൊടുക്കണ്ടെന്ന് പറഞ്ഞതിന് ശേഷം എനിക്കൊരു കുറ്റബോധം തോന്നി. ആ ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ അവന് 1 ലക്ഷം രൂപ കൊച്ചിന് ഫീസ് അടയ്ക്കാൻ വെച്ചിരുന്ന അടുത്ത് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു. അതിപ്പോ അവൻ തിരിച്ചുകൊണ്ട് തരുമായിരിക്കും ചേട്ടാ, വിഷമിക്കണ്ട. നീ അവനെ ഒന്ന് വിളിച്ചു നോക്കാം, അവന്റെ സ്വഭാവം വെച്ചിട്ട് ഒരു റെസ്പോൺസ് ഉണ്ടാവാൻ സാധ്യതയില്ല. അവൻ നന്നായി ചേട്ടാ, കുഴപ്പമില്ല. അവന്റെ ഫോൺ ഓഫ്. അമ്മ വിളിച്ചു നോക്കാം, അമ്മ വിളിക്കാം. ഹലോ അമ്മ, അവനാ? അമ്മ ഇവിടെ ഇല്ല. അവന് ബിസിനസ് തുടങ്ങണതിന് മുമ്പ് പട്ടാഴിയിലങ്ങാണ്ട് ഒരു ക്ഷേത്രത്തിൽ തൊഴുവാൻ പോയിരുന്നു. എപ്പ വരും? കുറച്ച് ദിവസം കഴിഞ്ഞേ വരുവുള്ളൂ. ശരി ശരി, പിന്നെ വിളിക്കാം. അവനെ പട്ടാഴി ക്ഷേത്രത്തിൽ തൊഴുവാൻ പോയെന്ന്. ഒരാഴ്ചയും കണ്ട് കഴിഞ്ഞേ വരുവുള്ളെന്ന്. പക്ഷെ ഈ പട്ടാഴി എടുത്തില്ലേ അല്ലേ? അതെ, അതിനൊരാഴ്ച എന്തിനും. നീ അവനെ ഒന്നുകൂടെ വിളിച്ചു നോക്ക്. Your available balance is insufficient to make this ISD call. Please recharge with ISD pack or top up. അവൻ പട്ടാഴിയിലല്ലടി പോയത്, അവൻ പട്ടായടി പോയ എന്റെ കൊച്ചിന്റെ ഫീസ് അടയ്ക്കാനുള്ള പൈസ ഒപ്പിച്ചിട്ട്. അങ്ങനെയൊന്നും അല്ല. അതാണ് കോളിംഗ് ബെല്ല് കേൾക്കുന്നു. അവൻ വള തിരിച്ചു കൊണ്ടുവരാൻ വന്നതായിരിക്കും. ഒന്ന് പോ ചേട്ടാ. സംശയിച്ച് ഓട്ടോ വിറ്റ് അതിന് പൈസ അനുവിന് സെൻഡും ചെയ്ത് കൊടുത്ത്. ഇന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്തിന്? ഇന്ന് പുതിയ ക്യാമറ എടുക്കാൻ പോവാ. ഞങ്ങള് പുതിയ ബിസിനസ് തുടങ്ങുവാ. ക്യാമറ വെച്ച് എന്ത് ബിസിനസ്? ഞങ്ങള് പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുവാ. അതാവുമ്പോഴേ ശരീരം അനങ്ങാതെ പൈസ ഉണ്ടാക്കാലോ. അയ്യോ, പട്ടായ തന്നെ പോയത്.